അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിലെ വെറും 10 മിനിറ്റ്, അതെ വെറും 10-15 മിനിറ്റ് കൊണ്ട് 80 വർഷത്തെ പാപങ്ങൾ മായ്ച്ചുകളയാൻ സാധിക്കുമോ? 80 വർഷം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളിൽ പലരും അത്രയും കാലം ജീവിക്കുമോ എന്നുപോലും ഉറപ്പില്ല. അഥവാ ജീവിച്ചാൽ തന്നെ ആ നീണ്ട കാലയളവിൽ നമ്മൾ ചെയ്തു കൂട്ടിയേക്കാവുന്ന അറിഞ്ഞും അറിയാതെയും വന്നുപോയ സകല പാപങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് മായ്ച്ചു കളയാൻ ഒരൊറ്റ വെള്ളിയാഴ്ച കൊണ്ട് സാധിക്കുമെങ്കിലോ? അള്ളാഹു നമുക്ക് വെച്ചു നീട്ടുന്ന എത്ര വലിയൊരു ഓഫറാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന അല്ലെങ്കിൽ അശ്രദ്ധമായി തള്ളിക്കളയുന്ന ആ വിലപ്പെട്ട നിമിഷത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ റാഹത്തും സന്തോഷവും സമാധാനവും നിറച്ചു നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരികയും ഇരുലോകത്തും വിജയികളായ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. എന്നാൽ ചില ദിവസങ്ങൾക്ക് റബ്ബ് വലിയ മഹത്വവും പവിത്രതയും നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളുടെ നേതാവാണ് സയ്യിദുൽ അയ്യാം എന്നറിയപ്പെടുന്ന പുണ്യ വെള്ളിയാഴ്ച. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച വെറുമൊരു ദിവസമല്ല, അതൊരു പെരുന്നാളാണ്, ആഴ്ചയിലെ പെരുന്നാൾ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണെന്ന് നമ്മുടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിവസത്തിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരില്ല. മനുഷ്യകുലത്തിൻ്റെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. അവിടുത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും ഒരു വെള്ളിയാഴ്ചയാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയതും ഒരു വെള്ളിയാഴ്ചയാണ്. ഇനി ലോകം അവസാനിക്കുന്ന ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതും ഒരു വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം തുടങ്ങുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. ഒരു മുഅ്മിൻ അശ്രദ്ധമായി ചിലവഴിക്കാൻ പാടില്ലാത്ത സമയമാണിത്. ഈ പുണ്യദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? അള്ളാഹുവിൻ്റെ ഹബീബായ നമ്മുടെ കരളിൻ്റെ കഷ്ണമായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് അന്ന് നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. തീർച്ചയായും നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് വെളിപ്പെടുന്നതാണ്. ഇത് കേട്ടപ്പോൾ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, അവിടുന്ന് മണ്ണായി പോയ ശേഷം എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്തുകൾ അങ്ങോട്ട് വെളിപ്പെടുക? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, തീർച്ചയായും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ ശരീരങ്ങളെ ഭൂമിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇവിടെയിരുന്ന് ചൊല്ലുന്ന ഓരോ സ്വലാത്തും, സ്നേഹത്തോടെ അവർ ഉരുവിടുന്ന ഓരോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വചനവും, മദീനയിലെ ആ പച്ചക്കുബ്ബയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ മലക്കുകൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. യാ റസൂലല്ലാ, ഇന്ന സ്ഥലത്തുനിന്ന് ഇന്നയാളുടെ മകൻ ഇന്നയാൾ അങ്ങേക്ക് സലാം പറഞ്ഞിരിക്കുന്നു എന്നവർ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ പരം വലിയൊരു ഭാഗ്യം ഒരു വിശ്വാസിക്ക് എന്തു വേണം? അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം മുഴുവനും സ്വലാത്തുകൾ കൊണ്ട് നമ്മൾ ധന്യമാക്കണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം ഉപരി വെള്ളിയാഴ്ചയിലെ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിലപ്പെട്ട ഒരു സമയമുണ്ട്. മലക്കുകൾ പോലും അസൂയയോടെ നോക്കുന്ന സമയം. അത് എപ്പോഴാണെന്നറിയാമോ? വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിന് ശേഷമുള്ള സമയം. അസർ മുതൽ മഗ്രിബ് വരെയുള്ള ആ കുറഞ്ഞ സമയം. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് താഴ്ന്ന പകൽ വെളിച്ചം മങ്ങിത്തുടങ്ങുന്ന ആ സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, വെള്ളിയാഴ്ച ദിവസം സഅത്തുൽ ഇസ്തിജാബ എന്നൊരു പ്രത്യേക സമയമുണ്ട്. ഒരു മുസ്ലിമായ അടിമ വുളൂ ചെയ്ത് അള്ളാഹുവിനോട് ആ സമയത്ത് വല്ലതും ചോദിച്ചാൽ അള്ളാഹു അത് അവന് നൽകിയിട്ടല്ലാതെ ആ സമയം കടന്നു പോവുകയില്ല എന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും ഹദീസുകളുടെ വെളിച്ചത്തിൽ ഉറപ്പിച്ചു പറയുന്നത് അത് അസർ നമസ്കാരത്തിന് ശേഷമുള്ള സമയമാണ്, പ്രത്യേകിച്ചു മഗ്രിബിനോട് അടുത്ത സമയം. ഒന്ന് ആലോചിച്ചു നോക്കൂ, വെള്ളിയാഴ്ച മുഴുവൻ നമ്മൾ കാത്തിരിക്കുന്ന പുണ്യ വെള്ളിയാഴ്ച. ഇനി ഇതുപോലെ വെള്ളിയാഴ്ച കിട്ടുമോ എന്ന് നമുക്കറിയില്ല. ആ അവസാന നിമിഷങ്ങളിൽ അള്ളാഹു തൻ്റെ ഖജനാവുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. ചോദിക്കുന്നവർക്ക് വാരിക്കോരി നൽകാൻ അവൻ കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ എന്തു ചെയ്യണം? അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടാനോ അങ്ങാടിയിൽ കറങ്ങി നടക്കാനോ മൊബൈലിൽ സമയം കളയാനോ ഉള്ള സമയമല്ല ഇത്. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വളരെ വലിയൊരു അമൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കേവലം കുറച്ചു മിനിറ്റുകൾ മാത്രം മതി അത് ചൊല്ലിത്തീർക്കാൻ. പക്ഷേ അതിൻ്റെ പ്രതിഫലം അള്ളാഹുവാണ് സത്യം, നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഒരു പ്രത്യേക സ്വലാത്താണിത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം അസർ നമസ്കാരത്തിനു ശേഷം അവിടെ നിന്നും എഴുന്നേൽക്കുന്നതിന് മുൻപായി 80 തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ 80 വർഷത്തെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. മാത്രമല്ല 80 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അവന് എഴുതപ്പെടുകയും ചെയ്യും. ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, 80 വർഷം. നമ്മൾ 80 വർഷം ജീവിക്കുമോ എന്നുപോലും അറിയില്ല. ജീവിച്ചാൽ തന്നെ അതിൽ എത്രയോ വർഷങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞു. എത്രയോ പാപങ്ങൾ നമ്മളിൽ നിന്നും വന്നുപോയി. ചെറിയ പാപങ്ങൾ, വലിയ പാപങ്ങൾ, അറിഞ്ഞുകൊണ്ട് ചെയ്തത്, അറിയാതെ ചെയ്തത്. നമ്മുടെ റബ്ബിന് മാത്രമേ അതിൻ്റെ കണക്കറിയൂ. ആ 80 വർഷം കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയേക്കാവുന്ന അത്രയും പാപങ്ങൾ കേവലം ഒരൊറ്റ വെള്ളിയാഴ്ച അസറിനു ശേഷം ഒരു 10 മിനിറ്റ് ചിലവഴിച്ചാൽ അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു കാരുണ്യം വേറെ എന്തുണ്ട്? 80 വർഷം നോമ്പ് നോറ്റ് രാത്രി നിന്ന് നിസ്കരിച്ച് ഇബാദത്ത് ചെയ്താലുള്ള പ്രതിഫലം നമ്മുടെ ഏടുകളിൽ കൂട്ടിച്ചേർക്കപ്പെടും. ഏതാണ് ആ പുണ്യമായ സ്വലാത്ത്? വളരെ ചെറിയ എന്നാൽ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു സ്വലാത്താണിത്. നിങ്ങൾ അത് മനഃപ്പാടമാക്കണം. ആ സ്വലാത്ത് ഇതാണ്: അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅല ആലിഹി വസല്ലിമു തസ്ലീമ. ഇതിൻ്റെ അർത്ഥം ഇതാണ്: അള്ളാഹുവേ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നീ കാരുണ്യം വർഷിക്കണമേ. എങ്ങനെയുള്ള നബിയാണ്? അൽ നബിയുൽ ഉമ്മി, ഉമ്മിയായ പ്രവാചകൻ. അതായത് എഴുത്തും വായനയും അറിയാത്ത, ഭൗതികമായ ഒരു ഗുരുനാഥൻ്റെയും അടുത്തുപോയി പഠിച്ചിട്ടില്ലാത്ത, അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അറിവുകൾ പകർന്നു കിട്ടിയ പരിശുദ്ധനായ പ്രവാചകൻ. അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും നീ സ്വലാത്തും സലാമും രക്ഷയും സമാധാനവും വർഷിക്കണമേ. ഈ സ്വലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മ എന്ന് പ്രത്യേകം വിശേഷിപ്പിച്ചത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. അവിടുത്തെ അറിവ് ഈ ലോകത്തുള്ള ആരിൽ നിന്നും പകർന്നു കിട്ടിയതല്ല, അത് സാക്ഷാൽ റബ്ബുൽ ആലമീനായ അള്ളാഹു നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ് എന്നതിൻ്റെ തെളിവാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, എങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച അസർ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദുനിയാവിൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെക്കുക. അസർ നിസ്കാരം ജമാഅത്തായി പള്ളിയിൽ വെച്ചോ അല്ലെങ്കിൽ വീടുകളിൽ വെച്ചോ നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഉടനെ എഴുന്നേറ്റ് പോകരുത്. ആ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ വുളുവോടുകൂടി കിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് നമ്മുടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട്, അവിടുത്തെ റൗള ഷരീഫ് മനസ്സിൽ കണ്ടുകൊണ്ട് 80 തവണ ഈ സ്വലാത്ത് ചൊല്ലുക. ഓരോ തവണ ചൊല്ലുമ്പോഴും എൻ്റെ റബ്ബ് ഇത് കേൾക്കുന്നുണ്ടെന്നും മദീനയിലെ ഹബീബ് ഇത് അറിയുന്നുണ്ടെന്നുമുള്ള ബോധം നമുക്കുണ്ടാവണം. ഇത് ചൊല്ലിത്തീർക്കാൻ പരമാവധി 10-15 മിനിറ്റ് മതിയാകും. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത് വരെ ദിക്റുകളിലും ദുആകളിലുമായി മുഴുകുക. കടബാധ്യതകൾ കൊണ്ട് വലയുന്നവരുണ്ടാകാം, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാകാം, മക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്നവരുണ്ടാകാം, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകാം. എല്ലാവരോടും പറയാനുള്ളത്, വെള്ളിയാഴ്ച അസറിന് ശേഷമുള്ള സമയം നിങ്ങൾ പാഴാക്കരുത്. ആ സമയത്ത് ഒഴുക്കുന്ന കണ്ണുനീരിന് അള്ളാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യും. നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത അത്ര വിലപ്പെട്ട സമയമാണത്. വരാനിരിക്കുന്ന വെള്ളിയാഴ്ച മുതൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ഇതിനൊരു മാറ്റം വരുത്താം. അസർ നിസ്കാരത്തിന് ശേഷം 80 തവണ ഈ പുണ്യ സ്വലാത്ത് ചൊല്ലി നമ്മുടെ പാപങ്ങളുടെ ഭാണ്ഡം ഇറക്കി വെച്ച് റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു തആല നമ്മളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവസാന സമയം ഈമാൻ സലാമത്തിലായി സന്തോഷത്തോടെ റബ്ബിനെ കണ്ടുമുട്ടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.